കഥകൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. രാജാവും റാണിയും രാജകുമാരിമാരും രാജകുമാരന്മാരും, അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ. ഇവയിൽ പലതും പ്രണയകഥകളായിരുന്നു. വെറും പ്രണയമല്ല, സത്യമായ ദിവ്യമായ പ്രണയം. ഈ ശ്രീരാമൻ്റെ സീതയുടെ ഒക്കെ പോലെ. ഇതിഹാസങ്ങളിലൊക്കെ തന്നെ ചില കഥകൾ മറഞ്ഞു പോകാറുണ്ട്, ചില കഥാപാത്രങ്ങൾ. പക്ഷേ ഇതൊരു ഇതിഹാസമല്ലല്ലോ, നമ്മൾ സാധാരണക്കാരുടെ ജീവിതമല്ലേ. ഈ കഥയും അങ്ങനെ ചില ഭാഗ്യമില്ലാത്തവരുടേതാണ്. ആരോടും പറയാനാവാത്ത, ഇനി പറഞ്ഞാൽ തന്നെ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു മറക്കപ്പെട്ട കഥ. നമ്മൾ ഈ ചിലരെ കാണുമ്പോൾ ഓർത്തു പോകാറില്ലേ, ഇവരെയൊക്കെ വെറുക്കുന്നവരുണ്ടാകുമെന്ന്? പറ്റില്ല, വെറുക്കാൻ പറ്റില്ല ചിലരെ. സ്നേഹം നിറഞ്ഞ പുഞ്ചിരി, കടലിൻ്റെ ആഴമുള്ള കണ്ണുകൾ, ആരെയും സഹായിക്കാൻ മടിക്കാത്ത നിസ്വാർത്ഥതയുടെ പ്രതിരൂപം. എന്തിനധികം സ്ത്രീത്വം വിളങ്ങി നിൽക്കുന്ന ഒരുവളിൽ വെറുക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ലല്ലേ? പക്ഷേ അതായിരുന്നു അവൾ, ഊർമിള. അവനാണ് ഈ കഥയിലെ അടുത്ത കഥാപാത്രം, ലക്ഷ്. കാണുമ്പോൾ എത്ര സുന്ദരനാണോ അത്രയും തന്നെ നല്ല ഭംഗിയുള്ള വ്യക്തിത്വം. അവൻ്റെ ചിരിയിൽ തന്നെ അവൻ്റെ മനസ്സിൻ്റെ തിളക്കവും കാണാമല്ലേ. ആ ചിരിയിൽ തന്നെ കണ്ണാടി പോലുള്ള അവൻ്റെ മനസ്സിനെ എനിക്ക് അളക്കാം. ആരെയും ദ്രോഹിക്കാൻ പറ്റാത്ത നല്ല പക്വതയുള്ള സ്വഭാവം. എനിക്കറിയില്ല നിലാവിന് പോലും ഇത്ര കുളിർമയുണ്ടോ എന്ന് അവനെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു നല്ല ആൺതുണ. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, അതായിരുന്നു ജീവിതത്തിൽ നിറങ്ങളെ മങ്ങിപ്പിക്കുന്ന ശാപം. അത് തന്നെ ആയിരുന്നു ചുവടുകളെയും മങ്ങിപ്പിക്കുന്ന ശാപം. അതല്ലെങ്കിലും അങ്ങനെയാണ്, നല്ലവരെ ദൈവം കൂടുതൽ പരീക്ഷിക്കും. മനസ്സൊക്കെ മേഘങ്ങളായി തുടങ്ങിയല്ലേ. ചില ദിവസം പെയ്തു തീരാത്ത മഴ, മറ്റു ചില ദിവസം ഒരു കാറ്റ് പോലെ, വീശിയാൽ തെളിയുന്ന മേഘങ്ങളെ പോലെ. എന്തു തന്നെയാണെങ്കിലും ലക്ഷാണല്ലോ ഒരു ഭാഗ്യം. അവൻ്റെ സ്നേഹം മുഴുവനും കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണല്ലേ. ചിതറിക്കിടക്കുന്ന കണ്ണാടിയെ ചേർത്ത് വെക്കുന്നത് പോലെ. तेरे नाम से जी लूं, तेरे नाम से मर जाऊं, तेरे नाम से जी लूं, तेरे नाम से मर जाऊं, तेरी जान के सदके मैं कुछ ऐसा कर जाऊं। तूने क्या कर डाला, मर गई मैं, मिट गई मैं, हो जी आज ही हो गई मैं। तेरी दीवानी दीवानी, तेरी दीवानी दीवानी, तेरी दीवानी दीवानी, तेरी दीवानी दीवानी। ഓരോ ചുവടിലും താളമുള്ളവൾ. അവളുടെ മെയ്യഴക് ശൃംഗാരത്തിൻ്റെ കഥ പറയുന്നു. ആരും മോഹിച്ചു പോകുന്ന കഥ. ആരോ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മുഖത്തിൻ്റെ ഭംഗി നിർണ്ണയിക്കുന്നതൊക്കെ അയാളുടെ മൂക്കാണെന്ന്. പണ്ട് ശൂർപ്പണയുടെ മൂക്ക് മുറിച്ചതും ഇതേ കാരണത്താലാണല്ലോ. അത്രയ്ക്ക് ഭംഗിയാണ് അവളുടെ മൂക്കുത്തി അണിഞ്ഞ ആ മുഖം. തോൽവി എന്താണെന്നേ അവൾ അറിഞ്ഞിട്ടില്ല. അവളുടെ കണ്ണിലെന്നും ആത്മവിശ്വാസത്തിൻ്റെയും ഉൾക്കരുത്തിൻ്റെയും അഗ്നിയുടെ ജ്വാല കാണാം. പോകുന്നിടത്തൊക്കെ മിന്നിത്തിളങ്ങുന്നവൾ. പൊന്നു തന്നെയാണോ എന്ന് കാലത്തിന് മാത്രമേ അളക്കാനാകൂ. ഈ കഥയിലും ഇതേപോലൊരാളുണ്ട്. അവളാണ് ഞാൻ നിന്നെക്കാളും മൂത്തതാണ് മേഘൻ. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും കുറച്ച് റെസ്പെക്ട് കാണിച്ചൂടെ നിനക്ക്? ചേച്ചി പിന്നെ അഡ്വാൻസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ട്രിപ്പിന് വരും. ശ്രദ്ധിച്ചു പോണം. എൻ്റെ അമ്മ സംസാരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്.
ഡാൻസ് കളിക്കും ബാ ബാ ബാ. നമുക്ക് രണ്ടുപേർക്കും അറിയാം എനിക്കിപ്പോൾ പഴയ പോലെ ഡാൻസ് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ എന്തിനാ അതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ? നമ്മുടെ ഹാർട്ടുമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഇവിടെ അടുത്തൊരു ഡാൻസ് ക്ലാസ് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. ബാ. നമ്മളിത് ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. ബാ. ഇല്ല, നീ ഒന്ന് ബാ വന്ന് എൻ്റെ കൂടെ ബാ, നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വരുന്നുണ്ട്. ഞാൻ പോവാ, നീ വരുന്നുണ്ടോ? ആരാ? ബ്രോ, ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടോ? ഹേയ് ഇല്ല, എനിക്ക് ഇതുവരെ ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, ബിഗിനർ ആണല്ലേ? ഓ, ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്ക് എല്ലാവർക്കും ഡാൻസ് പഠിക്കുന്നു. ബ്രോ, അതല്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിപ്പോൾ ഭയങ്കര ഒരു ഡാർക്ക് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ആണോ? ഓക്കെ ലവർ ബോയ്, ലക്ഷ്. പിന്നെ അതാരാ? അത് ഇവിടുത്തെ. അവരെന്തിനാ നീ നോക്കുന്നേ? അല്ലല്ല, ആ കുട്ടി നല്ലൊരു ഡാൻസ് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. എന്താ എന്താ കാര്യം? ദിസ് ഇസ് ലക്ഷ്, പുതിയ അഡ്മിഷൻ. എനിക്ക് ഡാൻസ് ഫീൽഡുമായിട്ട് ഇതുവരെ ബന്ധമൊന്നുമില്ല. സോ യു ഗൈസ് ഹാവ് ടു ടീച്ച് മീ ഫ്രം ദ സ്ക്രാച്ച്. അതിനാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ. ഇൻഫാക്ട് നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഓക്കെ മാം. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് വിചാരം? അല്ല, മാം എന്നൊക്കെ വിളിച്ചോണ്ട് ടീച്ചറിനെ വിളിക്കട്ടോ. നിനക്ക് വേറെ പണിയൊന്നുമില്ല? ഊർമിള. सूली चढ़ जाए, इश्क का जादू सर चढ़ कर बोले, इश्क का जादू सर चढ़ कर बोले, खूब लगा लो पहले रस्ते रब खोले, यही इश्क दी मर्जी है, यही रब दी मर्जी है, यही इश्क दी मर्जी है, यही रब दी मर्जी है, तेरे बिन गर्जी है, तूने क्या कर डाला, मर गई मैं, मिट गई मैं, ओ जी आजी हो गई मैं, तेरी दीवानी दीवानी, तेरी दीवानी दीवानी, तेरी दीवानी दीवानी, तेरी दीवानी दीवानी. ഐ ഹാവ് നോ ഐഡിയ ഞാൻ ഇത്ര വേഗം എങ്ങനെ ഇതൊക്കെ ചെയ്തതെന്ന്. ഐ ഡോണ്ട് നോ. അതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുത്തോളാം. യു ഡോണ്ട് വറി. ആൻഡ് ഓൾസോ ഞാൻ ഇത്രയും പെട്ടെന്നൊന്നും ആരുടെ ക്ലോസ് ആവാറില്ല. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് യു. Then I guess I'm special. യു ആർ. കാരണം
ഐ ഡോണ്ട് തിങ്ക് ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ഞാൻ നീ ഇല്ലെങ്കിൽ ചെയ്യില്ല. ആൻഡ് ഇറ്റ്സ് നീയാണ് അതിൻ്റെ കാരണം. ദർ ഇസ് ഓൾവേസ് എൻ അണ്ടർലൈൻ റീസൺ. യൂണിവേഴ്സ് ഈ നമ്മൾ ഈ രണ്ടുപേരെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ഒരു റീസൺ ഉണ്ടാവില്ലേ? മേ ബി ദാറ്റ്. യൂണിവേഴ്സ് എനിക്കറിയില്ല അതിനെപ്പറ്റി. ബട്ട് ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. ലക്ഷ്, നിനക്കിത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. നിന്നെ മനസ്സിലാക്കുന്നവർക്കറിയാം. ദിൽ ഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് നീ ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയില്ല നഖ, എല്ലാം ഒരുമാതിരി ഐ കാൺ സീ എനിത്തിങ്. ഇറ്റ്സ് ഓൾ വെരി ഹേസി. ഐ റിയലി വിഷ് ഇതെല്ലാം മാറി ആൻഡ് ദ സൺ കംസ് അപ്പ് ഇൻ മൈ ലൈഫ്. Laksh, this is all very simple, okay? There is no sun, there is no haze. It's just what you want is always clear, right in front of your eyes. നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രം. Right? Everything is clear, Nakha. Naga! Naga! എന്തുവാടാ നിന്റെ ചേച്ചിനെ പറയടാ. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ കോഴ്സ് ചെയ്തിരുന്നു. സോ ഐ ഗസ് യു ആർ ലക്കി. ഐസ് വേണോ? പേന പറയും. ഹലോ. ഓ അതാ ലക്ഷ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സോൾമേറ്റ്. He is a monster. നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. നീ എന്ന് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിപ്പാണ്. ഇവിടെ പുറത്ത് അവരെന്തൊക്കെയാ ചെയ്തു വിട്ട് നിനക്ക് അറിയില്ല. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്നെ അവനെയൊക്കെ അറിയാമെന്നേ. ഇത് കണ്ടില്ലേ? ഇത് അവൻ ചെയ്തതാണ്. നോക്ക്, ഇതൊന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആരാ നീ? അവനോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നീ പറയണൊന്നും ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. എനിക്ക് എന്ത് തോന്നിയിട്ടാണാവോ? ഞാനിതൊക്കെ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. നീ അവൻ്റെ ലൈഫിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവനോട് അത്ര അടുപ്പം കാണിച്ചിരുന്നു. ഞാൻ എന്നും ആലോചിക്കാറുണ്ടായിരുന്നു അവൻ നിന്റെ ലൈഫിലുള്ളതൊരു വലിയ ഭാഗ്യമാണെന്നൊക്കെ. നീ പറയണ പോലുള്ള ആളല്ല ലക്ഷ്. വെറുതെ അവനെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തൊന്നും പറയണ്ട. ഭാഗ്യം. ഹീസ് എ കേഴ്സ്. നിനക്കും എനിക്കും. അവനോട് വല്ലാണ്ടൊരു അടുപ്പം കാണിച്ചപ്പോൾ ഞാനതിനെ എതിർത്തു. അതിനെനിക്കിത് കിട്ടിയതാണ് ഇവിടെ.
ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? പുറത്ത് വർക്ക്. ഫ്രണ്ട്സിനോട് ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ബ്ലഡ് വെച്ചാണ് ഇപ്പോൾ വർക്കൊക്കെ. ആ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വീണതാ. അവള് വീണു, നീ വീണു, എല്ലാം. ഇല്ല മാളു, അതൊരു കയ്യബദ്ധമായിരുന്നു. ചെയ്, ജസ്റ്റിഫൈ ചെയ്, എല്ലാ പ്രാവശ്യം പോലെ ചെയ്യുന്ന പോലെ ചെയ്. മാളു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ റിഫ്ലെക്സ്. മാളു, ഞാൻ പറഞ്ഞല്ലോ അതൊരു ആക്സിഡന്റ് ആണെന്ന്. ഞാൻ നിന്നോട് കള്ളത്തരം പറയുന്നതാണോ നീ പറയുന്നത്? എൻ്റെ അടുത്ത് കള്ളം പറയാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. 2 ആഴ്ചയായിട്ട് പിന്നെ നീ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എനിക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നീ എനിക്ക് നിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ലക്ഷ്മി. ഇല്ല മാളു, അത് അവളുടെ തെറ്റായിരുന്നു. എനിക്ക് എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ എൻ്റെ അടുത്തോ ലോയലായിരുന്നില്ല, എന്നോട് നീ വേറെ ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. നീ പണ്ട് തൊട്ട് എങ്ങനെയാ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഡയഗ്നോസ് ചെയ്ത നാൾ മുതൽ തുടങ്ങിയതാണല്ലോ. അന്ന് മുതൽ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് നിനക്കറിയാവോ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിന്റെ അടുത്ത് ഓരോന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിന്. നീ എന്റെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല ഊർമിള. നിന്റെ ഡയഗ്നോസ് കഴിഞ്ഞ നാൾ മുതൽ ഞാൻ എത്രത്തോളം അനുഭവിക്കുന്നത് നിനക്കറിയാവോ? ഞാൻ എന്നിവിടെ വന്നാലും നീ എപ്പോഴും ചത്തു കുത്തി ഇവിടെ ഇരിക്കുകയാണ്. അന്ന് മുതൽ ഞാൻ നീ എത്ര നാളെ എന്നോട് സ്നേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് എത്ര നാളെ നിനക്കറിയാവോ? ഞാൻ നിന്റെ അടുത്ത് നിന്ന് എന്തിനോ ഓരോന്നൊക്കെ പ്രതീക്ഷിച്ചെന്ന് എനിക്കറിയില്ല. നീ ഒരു കുട്ടിയാ ലക്ഷ. നീ പറഞ്ഞ പോലെ ഞാനിവിടെ ചത്തിരിക്കാണല്ലോ. അപ്പൊ പിന്നെ പൊന്നാണ്ട പോവല്ല എന്റെ പുറകെല്ലേ. തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങിയല്ലേ? നിന്റെ ഞരമ്പിന്റെ വർഷം നിന്റെ തലയിലും കയറി തുടങ്ങി തോന്നുന്നു. തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനും തുടങ്ങിയോ? തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനും തുടങ്ങിയോ? ഒരു കഥ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എന്നെളുപ്പമാണല്ലേ? അപ്പോൾ അത് മറക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ ഈ കഥയും മറക്കപ്പെട്ടത് തന്നെ ആയിരിക്കണം, എന്നേക്കുമായി മറക്കപ്പെട്ടത്. ശരിയെന്നാ പോട്ടെ.